ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഭാവന കേന്ദ്ര കഥാപാത്രമായെത്തുന്ന അനോമി എന്ന ചിത്രത്തിൻ്റെതാണ്. ഭാവനയെ കൂടാതെ റഹ്മാൻ, വിഷ്ണു അഗസ്ത്യ എന്നിവരും മുഖ്യ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ റിയാസ് മരത്താണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തോടെ ചിത്രം റിലീസിനെത്തും. ഡിസംബർ 20 തിയേറ്ററുകളിലെത്തി വമ്പിച്ച വിജയമായി മാറിയ ഉണ്ണിമുകുന്ദൻ ഹനീഫ് അദീനി ചിത്രം മാർക്കോയുടെ ഡിലീറ്റഡ് സീൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന റിയാസ് ഖാൻ്റെ സീനാണ് ഇപ്പോൾ പുറത്തു വന്നത്. ജനുവരി 12 റിലീസായി വമ്പിച്ച വിജയമായി മാറിയ ബാലകൃഷ്ണയുടെ ഡാക്കു മഹാരാജ് ഫെബ്രുവരി 21 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്ന് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ സിനിമയാണ് നിവിൻ പോളി നായകനാകുന്ന മൾട്ടിവേഴ്സ് മന്മഥൻ. ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ത്യൻ മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ എന്ന ടാഗ് ലൈനിലാണ് ചിത്രം എത്തുന്നത്. എങ്കിലും ചന്ദ്രിക എന്ന സിനിമയുടെ റൈറ്ററും കരിക്കിലെ ചില വീഡിയോസിൽ റൈറ്ററായി വർക്ക് ചെയ്ത ആദിത്യൻ ചന്ദ്രശേഖറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേബി സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനെ കൂടാതെ നിഖില, ചെമ്പൻ വിനോദ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. കിളിബോയ്, കോഹിനൂർ എന്നീ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത വിനയ് ഗോവിന്ദാണ് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. ജനുവരി 9 തിയേറ്റർ റിലീസായി വമ്പിച്ച വിജയം നേടിയ ആസിഫ് അലി അനശ്വര ചിത്രം രേഖാചിത്രം മാർച്ച് 7 മുതൽ സോണി ലിവിലൂടെ സ്ട്രീം ചെയ്യും. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കളങ്കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടിയെ കൂടാതെ വിനായകനും ചിത്രത്തിൽ മുഖ്യ വേഷത്തിൽ കൈകാര്യം ചെയ്യുന്നു. മമ്മൂട്ടി ഈ ചിത്രത്തിൽ നെഗറ്റീവ് വേഷത്തിലായിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിന് ശേഷം മമ്മൂട്ടി ചെയ്യുന്ന നെഗറ്റീവ് വേഷമായിരിക്കും കളങ്കാവലിൻ്റേത്. കുറുപ്പ് സിനിമയുടെ സ്റ്റോറി റൈറ്ററായ ജിതിൻ കെ ജോസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തോടെ ചിത്രം റിലീസിനെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത് ദിലീപ് ചിത്രമായ ബബ്ബബ്ബായിൽ നിന്നും വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോയിലൂടെയാണ് അവർ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കൂടാതെ ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ ഒരു മുഖ്യ വേഷത്തെ അവതരിപ്പിക്കുന്നു. വിനീതിൻ്റെയും ധ്യാനിൻ്റെയും അസോസിയേറ്റായി വർക്ക് ചെയ്ത ധനഞ്ജയ് ശങ്കറാണ് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ. 2025 ഏറ്റവും വലിയ റിലീസായ എമ്പുരാൻ സിനിമയിൽ നിന്ന് ഇപ്പം സാനിയ അയ്യപ്പൻ്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.